ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കൊച്ചിയിൽ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പ്. മട്ടാഞ്ചേരി സ്വദേശിയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കൊച്ചിയിൽ വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ മട്ടാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. മഹാരാഷ്ട്ര സ്വദേശി സന്തോഷിനെയാണ് മഹാരാഷ്ട്ര ഗോനിഡയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മട്ടാഞ്ചേരി ആനവാതിൽ സ്വദേശിനിയായ വീട്ടമ്മയ്ക്കാണ് പണം നഷ്ടമായത്. മണി ലോണ്ടറിംഗ്, ക്രിപ്റ്റോ കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ട് വീട്ടമ്മയുടെ പേരിൽ മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഈ കേസിൽ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ കേസിൽ നിന്നും ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് പല തവണകളായി പ്രതികൾ പണം തട്ടിയെടുക്കുകയായിരുന്നു. സംഭവത്തിൽ മഹാരാഷ്ട്ര നവി മുംബൈ സ്വദേശികളായ സാക്ഷി അഗർവാൾ, സന്തോഷ്, വിജയ് ഖന്ന, സഞ്ജയ് ഖാൻ, ശിവ സുബ്രഹ്മണ്യം എന്നിവർക്കെതിരെ മട്ടാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. വീട്ടമ്മയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേസിലെ പ്രതിയായ സന്തോഷിന്റെ നമ്പറിൽ നിന്നും വീഡിയോ കോൾ ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. വീഡിയോ കോളിൽ വ്യാജ കോടതിയും പോലീസ് സ്റ്റേഷനും സൃഷ്ടിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള സമയങ്ങളിൽ വീട്ടമ്മയുടെയും ഭർത്താവിന്റെയും വിവിധ ബാങ്കുകളിലെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നാണ് പ്രതികൾ പണം തട്ടിയെടുത്തത്. വീട്ടമ്മയുടെ പേരിൽ മുംബൈയിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഇതിൽ 2 കോടി രൂപയുണ്ടെന്നും ഇതിൽ 25 ലക്ഷം രൂപ ഇവർക്കുള്ള കമ്മീഷനാണെന്നും വീഡിയോ കോൾ ചെയ്തയാൾ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും പോലീസ് ഓൺലൈൻ വഴി വെർച്വൽ അറസ്റ്റ് വ്യാജ കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ജഡ്ജിയുടെയും വക്കീലിന്റെയും വേഷമണിഞ്ഞാണ് തട്ടിപ്പുകാർ നിന്നത്. സാക്ഷിയായി എത്തിയ സ്ത്രീ വീട്ടമ്മയ്ക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുകയും അറസ്റ്റിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇത്തരത്തിൽ പല തവണകളായി ലക്ഷങ്ങൾ നൽകിയെങ്കിലും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ സ്വർണം പണയം വെച്ച് തുക നൽകുകയായിരുന്നു. അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും വീട്ടമ്മയോട് പറഞ്ഞു. സർട്ടിഫിക്കറ്റിനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിന് ഇരയായതായി ഇവർ അറിയുന്നത്. കേസിൽ 4 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. തട്ടിപ്പിൽ മലയാളികൾക്ക് ബന്ധമുണ്ടോ എന്നും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.